ആഗോള അയ്യപ്പ സംഗമം നടത്തിയ ആളുകൾക്ക് ഇക്കഴിഞ്ഞ 2 ദിവസമായിട്ട് സംസാരശേഷി നഷ്ടപ്പെട്ട അവസ്ഥയാണ്. കേരളത്തിലെ ഹൈക്കോടതി ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണ്ണപാളി അവിടുത്തെ സ്പോൺസറായിട്ട് ഉള്ള വ്യക്തിയുടെ ബന്ധുവിൻ്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത വിഷയത്തിൽ തുടർന്ന് വിരമിച്ച ഒരു ജഡ്ജിയെ വെച്ചുകൊണ്ട് സമഗ്രമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് കേരളത്തിലെ ഹൈക്കോടതി. 42 കിലോ ഭാരം വരുന്ന സ്വർണം പോയി തിരിച്ചു വരുമ്പോൾ 38 കിലോ ആവുന്നു. 4 കിലോ അതിൽ നിന്ന് എവിടെ പോയി എന്ന് ഒരു വിശദീകരണവും ഈ ആളുകൾക്ക് പറയാനില്ല. കോടതിയുടെ അനുമതിയില്ലാതെ ഈ ദ്വാരപാലക ശില്പമോ അതുമായി ബന്ധപ്പെട്ട സ്വർണ്ണപാളികളോ അവിടുത്തെ ശബരിമലയിലെ മറ്റ് അനുബന്ധ സാധന സാമഗ്രികളോ ഒന്നും തന്നെ കോടതിയുടെ അനുമതിയില്ലാതെ അവിടെ നിന്ന് മാറ്റാനോ അതിന് വേറെ എന്തെങ്കിലും അതിൽ പുനരുദ്ധാരണം അടക്കമുള്ള കാര്യങ്ങൾ നടത്താനോ പാടില്ല എന്നിരിക്കെ ഈ കാര്യങ്ങളൊന്നും കോടതിയെ അറിയിക്കാതെ അനുമതി വാങ്ങാതെ എന്തിനു വേണ്ടി ദേവസ്വം ബോർഡ് ഈ രീതിയിൽ ഈ വിഷയം കൈകാര്യം ചെയ്തു എന്നതിന് CPM-ഉം അതുപോലെ തന്നെ ഇന്നത്തെ ഭരണകൂടവും ദേവസ്വം ബോർഡും മറുപടി നൽകിയേ മതിയാവൂ. ഈ കഴിഞ്ഞ കാലത്തൊന്നുമില്ലാത്ത രീതിയിൽ കുത്തഴിഞ്ഞ രീതിയിലാണ് ശബരിമലയിലെ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് കടന്നു പോകുന്നത് എന്ന് പത്രമാധ്യമങ്ങൾ കാണുന്ന നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു വിഷയമാണ്. വിശ്വാസികളുടെ വികാരത്തെ മനസ്സിലാക്കാത്ത, വിശ്വാസികളെ മനസ്സിലാക്കാത്ത, വിശ്വാസികൾക്ക് ഒപ്പം നിൽക്കാത്ത ഒരു സർക്കാർ തന്നെയാണ് ഇന്നും കേരളത്തിൽ CPM-ൻ്റെ നേതൃത്വത്തിൽ കടന്നു പോകുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഇവർ ഈ രീതിയിൽ ഈ ഒരു വിഷയം മുതലെടുപ്പ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്.